എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. 2610 യേശു പിതാവിനോട് പ്രാർത്ഥിക്കുകയും ദാനങ്ങൾ സ്വീകരിക്കുന്നതിന് മുൻപ് നന്ദി പറയുകയും ചെയ്യുന്നത് പോലെ തന്നെ പുത്രസഹജമായ ധീരത, പ്രൈസ് ദി ലോർഡ്, പുത്രസഹജമായ ധീരത വലിയൊരു പോയിൻ്റാണ്. പുത്രസഹജമായ ധീരത അവിടെ നിന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ധീരത നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നതെന്തും ഹല്ലേലൂയ, ഇതെൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടൊരു പാസേജാണിത്. ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദ ലോർഡ്. എന്താ വേണ്ടേ? ഇതിൽ കൂടുതൽ എന്താ വേണ്ടേ? അതെവിടെ എഴുതിയിരിക്കുന്നത്? മർക്കോസ് 11:24. മർക്കോസ് 11:24. നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നതെന്തും. ഷോ, ഇങ്ങനെയുണ്ടോ? അങ്ങനൊരു വചനമുണ്ടോ? എന്തും കിട്ടുന്നോ? എന്തും എന്ത് വേണം? അപ്പം അതൊക്കെയാണ് ദൈവത്തിൻ്റെ ആ വിശാലമായ വിശ്വാസത്തിൻ്റെ വിശാലമായ ഒരു കാര്യം. അതാണ് എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, ലഭിക്കുക തന്നെ ചെയ്യും. എന്തുകൊണ്ടാണ് പലരും ഭയങ്കര നിരാശയാണ്? കാരണം വിശ്വസിക്കുന്നില്ല. വിശ്വാസമുണ്ടെങ്കിൽ മാമലകൾ പോലും ആഴക്കടലിൽ കണ്ടുപോകുന്നൊക്കെ നമ്മൾ പാടിയിട്ടുണ്ട്. അതാണ് വിശ്വാസത്തിൻ്റെ വലിയ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അതാണ്. അപ്പോൾ ഈ വചനത്തിൻ്റെ ആദ്യം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ മർക്കോസ് 11:24 ഇത് പറയുന്നതിൻ്റെ കാരണം 11:22 പറയുന്നത്. ആരെങ്കിലും ഈ മലയോട്, കണ്ടോ, ആരെങ്കിലും ഇവിടെ ധ്യാനഗുരുവാണെന്നോ ബിഷപ്പാണെന്നോ അഭിഷിക്തനാണെന്നോ മാർപ്പാപ്പയാണെന്നോ മെത്രാനാണെന്നോ ഒന്നുമല്ല പറയണത്. ആരാണ് ഈ ആരെങ്കിലും? നിങ്ങളും ഞാനുമാണ് ആരെങ്കിലും. എന്താണ് ഇവിടെ വേണ്ടത്? വിശ്വാസം. ദൈവത്തിൽ വിശ്വസിക്കുക. സഭ പണിതുയർത്തിയിരിക്കുന്നത് വിശ്വാസത്തിൻ്റെ പാറയിലാണ്. ഈ വിശ്വാസത്തിൻ്റെ പാറയിലാണ് കർത്താവ് സഭ പണിതുയർത്തിയിരിക്കുന്നത്. ആരെങ്കിലും. ഹല്ലേലൂയ. യേശു പ്രതിഫലിച്ചു. എന്താണ്? 11:22 എളുപ്പം ഓർത്തിരിക്കാം. 11:22 മർക്കോസ്. ദൈവത്തിൽ വിശ്വസിക്കുക. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. കണ്ടോ, ഇനി അടുത്തത് ശ്രദ്ധിക്കേണ്ടത് ആരെങ്കിലും എന്നുള്ളതിന് അവിടെ ഒരു വട്ടം വരയ്ക്കൂ, അടിവരയിടൂ, ഒരു സ്ക്വയർ വരച്ചു വയ്ക്കൂ. ആരെങ്കിലും. നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിൽ ഉടനെ വേറെ ആരുടെ അടുത്തേക്കെങ്കിലും ഓടും. കൂടുതൽ അഭിഷേകമുള്ളവരും ധ്യാനഗുരുക്കന്മാരും കൗൺസിലർമാരും അവിടത്തേക്ക് പോകണ്ടെന്ന് പറയുന്നില്ല. പക്ഷെ ആദ്യം നമ്മുടെ അകത്തേക്ക് തന്നെ വാ. നമ്മുടെ അകത്ത് ആരായിരിക്കണേ? നമ്മുടെ അകത്ത് ഒരാളുണ്ടോ? നമ്മുടെ അകത്ത് ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ അകത്ത് ഇതാ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഈശോ എഴുന്നള്ളിയിരിക്കുന്നു. ആ കർത്താവിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകുന്നില്ല. നമ്മൾ ഉടനെ ഫോൺ എടുത്ത് അവിടെ ഇവിടെയൊക്കെ വിളിച്ച് കാറിക്കൂകി ആകെ പ്രശ്നമാക്കും. കർത്താവ് ഇവിടെ ഇരുന്ന് ചിന്തിക്കാൻ, അല്ല എന്താ പറയാ, ഞാൻ ഇവൻ്റെ അകത്തിരുന്നിട്ട് എൻ്റെ അടുത്തേക്ക് വരുന്നില്ലല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ വസിക്കുക. ദൈവം നമ്മളിൽ വസിക്കുന്നു. ആ ദൈവം ഒരു വ്യക്തിയാണ്. ആ ദൈവം മനുഷ്യനാണ്, ദൈവവുമാണ്.
ആ ദൈവം ഉയർത്തെഴുന്നേറ്റ വിസ്മയനീയനായ, എന്താണത്, ഉയർത്തെഴുന്നേറ്റ അവസ്ഥയ്ക്ക് എന്താ പറയണത്? ഉയർത്തെഴുന്നേറ്റ മഹത്വീകരിക്കപ്പെട്ട മനുഷ്യനാണ്. മഹത്വീകരിക്കപ്പെട്ട വ്യക്തി നമ്മളുടെ അകത്തിരിക്കണോ? അതുകൊണ്ടാണ് പറയണത്, ആരെങ്കിലും എടാ തോമസേ, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അത് സംഭവിക്കും. ഹല്ലേലൂയ! എന്തൊരു രസമാണെന്നറിയാമോ ആ ഒരു അനുഭവം, എന്തൊരു ആനന്ദമാണെന്നറിയാമോ അത്, ആ വിശ്വാസം. നമ്മൾ ഈ ലോകത്തിൽ ആരേ അടുത്തേക്കും പോകണ്ട. നമ്മുടെ ഉള്ളിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവ്, നമ്മുടെ ഉള്ളിൽ എഴുന്നള്ളിയിരിക്കുന്നു ഒരാൾ അവിടെ എഴുന്നള്ളിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് എന്ത് പ്രാർത്ഥനയ്ക്കും നമ്മൾ എത്ര പ്രാർത്ഥിക്കണതിലും എല്ലാം ചെയ്തോ, പക്ഷെ ഇതില്ലാതെ പ്രാർത്ഥിച്ചിട്ട് എന്ത് പ്രയോജനം? അതുകൊണ്ടാണ് ഈശോയുടെ പ്രാർത്ഥനയുടെ പഠിപ്പിക്കലാണ് ഇവിടെ പറയുന്നത് മുഴുവൻ. ഈശോ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ ഇത് പഠിപ്പിക്കുകയാണ്. ആരെങ്കിലും ഇത് പഠിപ്പിക്കുകയാണ്. നിങ്ങളെ പ്രാർത്ഥിക്കണമെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കണം. അല്ലാതെ കുറേ പ്രാർത്ഥന ചൊല്ലിയിട്ട് കാര്യമില്ല. വിശ്വാസമില്ലാതെ കുറേ പ്രാർത്ഥന ചൊല്ലിയിട്ട് കാര്യമില്ല. വിശ്വസിക്കണം, ദൈവത്തിൽ വിശ്വസിക്കുക. എന്താ, ആരാ ദൈവം? എവിടെ ദൈവം? ആ ദൈവം കർത്താവായ ഈശോ മിശിഹ എനിക്ക് വേണ്ടി രക്തം ചിന്തി മരിച്ച് ഉയർത്ത് ഇന്ന് എന്നിൽ വസിക്കുന്നു. ഇതാണ് CCCയുടെ 426 ഖണ്ഡിക CCC 426 പറയണത് എന്താ? മതബോധനത്തിൻ്റെ കേന്ദ്ര ബിന്ദു ഒരു വ്യക്തിയാണ്, കർത്താവായ യേശു ക്രിസ്തു നസറത്തിലെ ഒരു വ്യക്തി. 426 കണ്ടോ? മതബോധനത്തിൻ്റെ കേന്ദ്ര ബിന്ദു, മതബോധനത്തിൻ്റെ അന്തസത്തയായി നാം കാണുന്നത് ഒരു വ്യക്തിയെയാണ്. എവിടെയാ വ്യക്തി? നസ്രത്തിൽ നിന്നുള്ള യേശു എന്ന വ്യക്തിയെ, പിതാവിൽ നിന്നുള്ള ഏകപുത്രനായ അവിടുന്ന് നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച് മരിച്ച ഉത്ഥാനശേഷം ഇപ്പോൾ നമ്മോടൊത്ത് എപ്പോഴും വസിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. കണ്ടോ? ഇതൊരു പഴങ്കഥയാണോ? ഇതൊരു മിത്തോളജിയാണോ? അല്ല, ഇതൊരു സത്യമാണ്, ഇതൊരു വാസ്തവമാണ്. ഇത് കഴിഞ്ഞ കാലമല്ല, ഇത് സംഭവിച്ചിരിക്കുന്ന, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നസ്രത്തിൽ നിന്നുള്ള യേശു എന്ന ഒരു വ്യക്തി, പിതാവിൽ നിന്നുള്ള ഏകപുത്രനായ അവിടുന്ന് നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച് മരിച്ച് ഉത്ഥാനശേഷം ഇപ്പം എവിടെ പോയി? ഉത്ഥാനശേഷം എവിടെ പോയി? ഇപ്പോൾ നമ്മോടൊത്ത് എപ്പോഴും വസിക്കുന്നവരാണ്. ഇതാണ് നമ്മുടെ വിശ്വാസം. ഇത് വിശ്വസിക്കുക. നമ്മോടൊത്ത് എപ്പോഴും വസിക്കുന്നു, നമ്മളോടൊത്ത് എപ്പോഴും വസിക്കുന്നു. ഇനി ഒരിക്കലും നിന്നെ വിട്ടുപോകയില്ല. ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല. ഞാൻ നിന്റെ അടുത്തേക്ക് വരുന്നു. അതാണ് ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു, കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കാനും കർത്താവിൻ്റെ ആലയത്തിലവിടത്തെ ഹിതമാരായാനും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടത്തെ ആലയത്തിൽ വസിക്കാൻ. കണ്ടോ? ഒറ്റ കാര്യം ആവശ്യമുള്ളൂ, ഈ സഹവാസം, ഈ വിശ്വാസം എന്ന് പറയുന്നത്. നിന്നിൽ ഞാനുമേ എന്നിൽ നീ ഇങ്ങനെ നാം യേശുനാഥ. ഈ നമ്മൾ കുഞ്ഞുനാളിലേ കേട്ടിട്ടുള്ളൊരു പാട്ടല്ലേ ഇത്? നമുക്ക് മറക്കാൻ പറ്റുമോ? വേറെ എന്തെല്ലാം ഗാനങ്ങൾ മറന്നാലും
ഈ ഗാനം നമ്മൾ മറക്കുമോ? കാരണം ഇത് സത്യമാണ്, ഇതൊരു വാസ്തവമാണ്, ഇത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു കാര്യം, അപ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിത്തറ ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്നതാണ്. ഒരിക്കലും വിട്ടുപോകാതെ. റോമർ 8:11, യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്ക് പുതുജീവൻ നൽകും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിസ്സാര കാര്യമാണോ? എന്താ കേട്ടത്? യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ. എന്താ ഉണ്ടെങ്കിൽ എന്ന് പറയണത്? അതാണ് വിശ്വാസം. ഉണ്ടോ? ഉണ്ട്. ഉണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്ക് പുതുജീവൻ നൽകും. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസത്തിൻ്റെ കാതലാണ് നിങ്ങളെ സ്നേഹമുള്ളവരെ, നിങ്ങളെല്ലാവരെയും ജ്വലിപ്പിക്കും കർത്താവ്. ഇതുപോലെ ജ്വലിക്കണം. നിങ്ങളുടെ ഉള്ളിലൊരു ഉയർത്തെഴുന്നേറ്റ കർത്താവിനെയാണ് നിങ്ങൾ കൊണ്ടു നടക്കുന്നത്. നിങ്ങളൊരു തീക്കട്ടയുമായിട്ടാണ് നടക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു കർത്താവ്, വസിക്കുന്നു. അതാണ് ഈ പറയണതിൻ്റെ അർത്ഥം. ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറയണതിൻ്റെ അർത്ഥം ദൈവത്തിൽ കൊണ്ട് നടക്കുക. ദൈവത്തെ കൊണ്ട് നടക്കണവരാണ് നമ്മൾ ദൈവം കൂടെയുള്ളവരാണ്. നിക്കോദേമോസ് പറയണ കണ്ടോ? ദൈവം കൂടെ ഇല്ലെങ്കിൽ യോഹന്നാൻ, അതെന്ത് രസം അത് വായിക്കുമ്പോൾ. എന്ത് രസം അത് വായിക്കാൻ. ഒന്ന് വായിക്കട്ടെ, നോക്കി വായിക്കട്ടെ. 3, ഫരിസേയരിൽ നിക്കോദേമോസ് എന്നു പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു. അവൻ രാത്രി യേശുവിൻ്റെ അടുത്ത് വന്നു പറഞ്ഞു, റബ്ബി, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു. ഒന്നെല്ലാവരും ഏറ്റുപറഞ്ഞ്, ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുകയില്ല. ദൈവം കൂടെയില്ലെങ്കിൽ. ഇതാണ് സ്നേഹമുള്ളവരെ, നമ്മളെല്ലാവരോടും ഞാൻ പറയാണ്, ദൈവം കൂടെയില്ലെങ്കിൽ നിങ്ങൾക്കാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ദൈവം നമ്മുടെ കൂടെ തന്നെയുണ്ട്. ദൈവം മുഴുവനായി നമ്മുടെ കൂടെയുണ്ട്. പകുതിയല്ല, മുഴുവനും. അതാണ് ഈശോ പറഞ്ഞത്, ദൈവത്തിൽ വിശ്വസിക്കുക. നിനക്കൊരു കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറാൻ പറഞ്ഞാൽ മാറും. എന്ന് പറഞ്ഞാൽ ഈ ദൈവം നിൻ്റെ അകത്ത് വസിക്കുന്നു. നമ്മളൊന്നിനെക്കുറിച്ചും ആകുലപ്പെടരുത്. 27-ാം സങ്കീർത്തനത്തിൻ്റെ അവസാനം കേട്ടോ? 27-ാം സങ്കീർത്തനത്തിൻ്റെ അവസാനം പറഞ്ഞെന്താ? കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. എന്തിനാ കാത്തിരിക്കണത്? പല കാര്യങ്ങളും കർത്താവ് പറഞ്ഞത് ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവില്ല. സംഭവിക്കും. ഇപ്പോൾ ഒരു സ്ത്രീ പ്രസവിക്കും, ഗർഭിണിയാണ്, ഇനി പ്രസവിക്കാൻ കാത്തിരിക്കണം. അയ്യോ, എനിക്ക് അത്രയും കാത്തിരിക്കാൻ പാടില്ല, എനിക്ക് വേഗം വേണമെന്ന് പറഞ്ഞാൽ മതി, നടക്കുമോ? അപ്പോൾ ഓരോന്നിനും ഒരു പ്രസവ സമയമുണ്ട്, ഒരു ഡെലിവറി ടൈമുണ്ട്. ദൈവം അത് സാങ്ഷൻ ചെയ്തു. പക്ഷെ ആ ഡെലിവറി ടൈമിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കാത്തിരിക്കുന്നൊരവസ്ഥ, അതോടൊപ്പം വിശ്വാസത്തിൻ്റെ അവസ്ഥ, ആ കർത്താവിൻ്റെ സ്വരം കേൾക്കണം, കർത്താവിൽ ആശ്രയിക്കണം. കർത്താവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിൽ വസിക്കുക എന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കേട്ടു പുത്രസഹജമായ ധീരത. 2610 വളരെ ശ്രേഷ്ഠമായൊരു പാരഗ്രാഫാണിത്. ആ പുത്രസഹജമായ ധീരത അവിടെ നിന്ന് നമ്മെ പഠിപ്പിക്കുന്നു.
ഇത് പഠിക്കണം, നമ്മൾ പഠിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നതെന്തും. ഇപ്പോൾ നമ്മൾ നേരത്തെ കേട്ടു, ആരെങ്കിലും ഉണ്ടോ, ആരെങ്കിലും 11 മർക്കോസ് 11:22 എവിടെയാ? മർക്കോസ് 11:22. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും. കണ്ടോ, വളരെ ശ്രദ്ധിക്കണം ആ വാക്ക്, ആരെങ്കിലും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ആദ്യം നിങ്ങളുടെ അകത്തേക്ക് തന്നെ നോക്കൂ. ആരെങ്കിലും, നിങ്ങൾ തന്നെ നിങ്ങളിൽ വസിക്കുന്ന കർത്താവിലേക്ക് നോക്കൂ. ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ, ഹൃദയത്തിൽ ആരുണ്ടെങ്കിലേ കർത്താവ് ഉണ്ടാകണം, കർത്താവുണ്ട് എന്ന ബോധ്യം ഉണ്ടാകണം. ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും. പ്രാർത്ഥിക്കുന്നതെന്ന് കൂടിയല്ല ഇവിടെ പറയണത്, കണ്ടോ, പ്രാർത്ഥിക്കുന്നതെന്ന് കൂടിയല്ല പറയണേ, താൻ പറയുന്നത് സംഭവിക്കും, താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിക്കുക. അത് മതി, താൻ പറയുന്നത് സംഭവിക്കും. ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിലേക്ക് വരികയാണ്. താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിക്കുക, സംഭവിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് അടുത്തത് പറയാണ്, അത് സാധിച്ചു കിട്ടും. 24 അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ഉണ്ടോ. അപ്പം ഇനി 2 വാക്കെടുക്കുക. ആരെങ്കിലും 11:22 പറയുന്നത്, 11:24 പറയുന്നത് എന്തെങ്കിലും കണ്ടോ, എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. വിശ്വാസം പഠിപ്പിക്കുകയാണ്, കണ്ടോ, വിശ്വാസം പഠിപ്പിക്കുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതിനകത്ത് നിൽക്കണം. ഇതിനെ മുറുക്കെ പിടിച്ചുകൊണ്ട് നിങ്ങൾ നാളെ മറ്റന്നാളെ തന്നെ ഒന്ന് നോക്കൂ. ചുമ്മാ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കി ഈ വിശ്വാസത്തോടു കൂടി. അത് സംഭവിക്കണ കണ്ടോളൂ, സംഭവിക്കും. കാരണം ഈ വചനം നിറവേറാതിരിക്കുമോ? ഈ വചനം നിറവേറാതിരിക്കുമോ? ഫെയ്ത്ത് ഈസ് അവർ ക്യാപിറ്റൽ. മദർ തെരേസ, ഫെയ്ത്ത് ഈസ് അവർ ക്യാപിറ്റൽ. നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. സ്നേഹമുള്ളവർ, ഈ മലബാറിലേക്കെല്ലാം കുടിയേറി പാർത്ത കാലഘട്ടത്തെക്കുറിച്ച് ഞാൻ മലബാറിലൊക്കെ സുവിശേഷത്തിൽ പോകുമ്പോൾ അവിടുത്തെ ആ പാപ്പന്മാരെല്ലാം കാണുമ്പോൾ അവർ പറയണ കേൾക്കണം. ആ പാപ്പന്മാർ പറയും, ഞങ്ങൾ മലബാറിൽ വന്ന സമയത്ത് ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല, ഇവിടെ മൊട്ടക്കുന്നായിരുന്നു, ഞങ്ങളുടെ കയ്യിൽ കട്ടാൻ പറയും, ഇവിടെ സ്കൂളില്ല, ടെലിഫോണില്ല, ഓഫീസില്ല, പള്ളിയില്ല, കപ്പേളയില്ല, പോസ്റ്റ് ഓഫീസില്ല, ഒന്നുമില്ല. അതുകൊണ്ട് ആരോടും ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുമില്ല. കട്ടാൻ പാറയും കർത്താവും മാത്രം. അതുകൊണ്ട് അവരുടെ വിശ്വാസത്തിന് കരുത്തുണ്ടായിരുന്നു. എന്ത് പ്രശ്നമുണ്ടായാലും ഫോൺ ചെയ്യാനില്ല, കത്തെഴുതാൻ പോസ്റ്റ് ഓഫീസില്ല, എവിടെ പോയി പറയും, പ്രാർത്ഥിക്കാൻ പള്ളിയില്ല, ഹൃദയത്തിൽ കർത്താവിനോട് മാത്രം പറയുന്നു. അതാണ് നമ്മുടെ കുടിയേറ്റ സംസ്കാരത്തിൻ്റെ ഒരു രഹസ്യം. ബൈബിളിൽ ഒരു കുടിയേറ്റ സംസ്കാരമുണ്ട്. ഇന്നും ആ കുടിയേറ്റ സംസ്കാരം തന്നെയാണ് ലോകമെമ്പാടും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ കുടിയേറ്റ സംസ്കാരത്തിൻ്റെ ഒരു കാര്യം, കർത്താവിൽ മാത്രമേ ആശ്രയിക്കാൻ പറ്റുള്ളൂ, വേറെ ആരുടെ അടുത്ത് പോയിട്ട് കാര്യമില്ല. കുടിയേറ്റ സംസ്കാരം. ഞാനും ഇവിടെ കുടിയേറി വന്നിരിക്കുകയാണ്. ഈ യൂറോപ്പിലെ ഈ സ്ഥലത്ത്, ഈ പട്ടണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത് ദിനരാത്രം ഈശോയെ എഴുന്നള്ളിച്ച് വെച്ച് രാവും പകലും ശുശ്രൂഷ നടത്താൻ എന്നെ കർത്താവ് ഇവിടെ കുടിയേറ്റി കൊണ്ടുവന്നിരിക്കുകയാണ്. എന്താ വിചാരിച്ചത്? കുടിയേറ്റം. മറ്റാരും എനിക്ക് വേണ്ട, കർത്താവ് മാത്രം മതി, കർത്താവ് മാത്രം മതി. അപ്പം നമ്മുടെ വിശ്വാസമാണ് ഇതിൻ്റെ എല്ലാം അടിത്തറ. നമ്മളിലൂടെ ഒരുപാട് വലിയ കാര്യങ്ങൾ കർത്താവിന് ചെയ്യാനുണ്ടാവും. നമ്മളിപ്പോൾ ഒരു ട്രഡീഷണലായിട്ടുള്ള എന്തെങ്കിലും ഒരു ശുശ്രൂഷയെ നോക്കേ ചെയ്യരുത്. കർത്താവ് പുതിയ എന്തെങ്കിലും കാര്യം ചെയ്യാൻ തീർച്ചയായിട്ടും ആഗ്രഹിക്കേണ്ട. പുതിയ കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ
പുതിയ വിശ്വാസം വേണം. പഴയ വിശ്വാസം പോരാ, പോരാ. പുതിയ വിശ്വാസം വേണം. പുതിയ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇപ്പം നിലവിലുള്ള വിശ്വാസത്തെക്കാൾ ശക്തമായ ഒരു തീപ്പൊരി വിശ്വാസം വേണം. ശക്തമായ വിശ്വാസം വേണം. എങ്കിലേ ഈ ലോകത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ലോകം ഒരു വശത്ത് അന്ധകാരം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പോടാ പുല്ലേ, ഈ അന്ധകാരത്തിനെല്ലാം തട്ടിത്തെറിപ്പിക്കുന്ന കർത്താവിൻ്റെ ശക്തിയാണ് എൻ്റെ ഉള്ളിലുള്ളതെന്നുള്ള ആ വീര്യം നമ്മളിലുണ്ട്. ആ വീര്യത്തോടെ നമ്മൾ നീങ്ങണം. നമ്മളിത് അവരങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞ് ആകെ നശിക്കും, എല്ലാം പോകുന്നു പറഞ്ഞുകൊണ്ട് മനുഷ്യരെ പേടിപ്പിക്കുകയും മനുഷ്യരെ തളർത്തുകയും ചെയ്യുക അല്ല വേണ്ടത്. കർത്താവാണ് നമ്മുടെ ഉള്ളിലുള്ളത്. ഈ ലോകത്തിൻ്റെ മുഴുവൻ അധികാരി കർത്താവാണ് പറഞ്ഞത്. ഈ ലോകത്തിനും സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരങ്ങളും എനിക്ക് നൽകിയിരിക്കുന്നു. ഞാൻ നിൻ്റെ അകത്തുണ്ട് തോമായി, ഞാൻ നിൻ്റെ അകത്തുണ്ട്. മനസ്സിലായിട്ടുണ്ടോ? എന്താ വിചാരിച്ചേക്കണേ? അതാണ് നമ്മുടെ വിശ്വാസം. നിങ്ങൾ ഓരോരുത്തരുടെ അകത്തും ആ കർത്താവാണുള്ളത്. അതാണ് വിശ്വാസത്തിൻ്റെ ധീരത. അതുകൊണ്ട് നമ്മൾ ഈ പണ്ടത്തെയോ ആരെങ്കിലും പറയണത് ഒന്നും കേൾക്കരുത്. കർത്താവിനെ ശ്രവിക്കുക. പുതിയ ശുശ്രൂഷകളുണ്ടാകും. വീരോചിതമായ ശക്തമായ ശുശ്രൂഷകൾ ഉണ്ടാകും. അതിന് നിങ്ങളെ തയ്യാറെടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ അതുപോലെ വിശ്വാസത്തിൽ വളർന്നാൽ മതി. ഈ വിശ്വാസത്തിൽ നിൽക്കണം. എല്ലാം ആകെ പോകുമെന്നൊന്നും വിശ്വസിക്കരുത്. മാർപ്പാപ്പ പറയുന്നുണ്ട്, നിങ്ങൾ പരാജയപ്പെടുമെന്ന് ചിന്തിച്ചാൽ നിങ്ങൾ പകുതി തോറ്റു. മറിച്ച് ഒരിക്കലും പരാജയപ്പെടുത്താൻ പറ്റാത്ത വിജയകരമായ വരതുകരം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യത്തിൽ മുന്നേറുക. അപ്പോൾ നമ്മൾ വിജയിച്ചു കഴിഞ്ഞു. നമ്മുടെ വിശ്വാസമാണ് വിജയം. എവിടെയാണ് എഴുതിയിരിക്കുന്നത്? 1 യോഹന്നാൻ 5:4 ലോകത്തിൻ്റെ മേലുള്ള വിജയം നമ്മുടെ വിശ്വാസമാണ്. ഇതാ, അപ്പോൾ ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ പഠിക്കേണ്ട ഒരു കാര്യം എന്താണ്? വിശ്വാസമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നതെന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവേൻ. നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. സംശയരഹിതമായ പ്രാർത്ഥനയ്ക്കും വിശ്വാസത്തിനും എത്രയേറെ ശക്തിയുണ്ട്. ഇനി 3-4 വചനങ്ങൾ ആണ് ഇവിടെ പറയുന്നത്. 1, വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധ്യമാണ്. ഏതാണ് ആ വചനം? മർക്കോസ് 9:21, മത്തായി 21:22. ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ ഹാർട്ടാണെന്ന് എനിക്കറിയാം. മർക്കോസ് 9:21, മത്തായി 21:22. വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധ്യമാണ്. That's it. സ്വന്തം അയൽവാസികളുടെ വിശ്വാസരാഹിത്യം മൂലവും സ്വന്തം ശിഷ്യന്മാരുടെ അല്പവിശ്വാസവും മൂലം യേശു ദുഃഖിതനാകുന്നു. എന്തുകൊണ്ടാണ്? തൻ്റെ നാട്ടിൽ വന്നിട്ട് വലിയ അത്ഭുതങ്ങളൊന്നും നടത്താൻ പറ്റിയില്ല. എന്തുകൊണ്ടാണ്? ഇവൻ നമ്മുടെ ഔസേപ്പിൻ്റെ മോനൻ, മരപ്പണിക്കാരൻ ഔസേപ്പിൻ്റെ മോൻ യേശുവല്ല, ഇവൻ എന്നാ ചെയ്യാനാ? അതുകൊണ്ട് കാര്യമായിട്ടൊന്നും നടന്നില്ല. കാരണം തൻ്റെ അയൽവാസികളുടെ വിശ്വാസക്കുറവ് മൂലം, പിന്നെ തൻ്റെ ശിഷ്യന്മാരുടെ അല്പവിശ്വാസം. ഈശോ വള്ളത്തിൽ ഉണ്ട്, എന്നാൽ വലിയ തിരമാലകൾ ഉയരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ കഠിനവരയിൽ പഠിച്ചത് ഓർക്കണം. തിരമാലകൾ ഉയർന്നു. ഈശോ അമരത്ത് ഈശോ തലയണ വെച്ചുറങ്ങണു. വലിയ തിരമാലകൾ. ശിഷ്യന്മാർ കാറിക്കൂവി ബഹളുണ്ടാക്കി, കർത്താവ് ഞങ്ങളിപ്പോൾ ചാവും, ഇപ്പോൾ മൂങ്ങും. കർത്താവ് ഉണർന്നിട്ട് ചോദിച്ചു, അല്പവിശ്വാസികളെ, എവിടെ നിങ്ങളുടെ വിശ്വാസം? എന്താ അതിൻ്റെ അർത്ഥം? ആരാണ് ഈ കിടക്കണതെന്ന് മനസ്സിലാവുന്നില്ല വള്ളത്തിൽ. എന്നിട്ട് ഈശോ ആ തിരമാലകളുടെ നേരെ കൈ ഉയർത്തിയിട്ട് പറഞ്ഞു, ശാന്തമാകും എന്ന് പറയല്ല,
തിരമാലകളും കാറ്റും ശാന്തമായി. ഇവൻ ആര്? കാറ്റിനോടും കടലിനോടും അവൻ പറയുന്നു, അവരനുസരിക്കുന്നു. ഒന്ന് ശ്രദ്ധിച്ചേ, കണ്ടോ? കാറ്റും കടലും ഈ യേശുവിനെ അനുസരിക്കുന്നു എന്ന്. അപ്പൊ ഇവരാരാ? ഇവൻ ഈ കാറ്റും കടലിൻ്റെയും സൃഷ്ടാവാണ്. എന്നിട്ട് അവിടെ എഴുതിയേക്കണ കണ്ടോ? കാറ്റും കടലും അവനെ അനുസരിക്കുന്നു. ഇവിടെ കൊടുത്തിരിക്കുന്നത് അവൻ, നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? അവൻ എഴുന്നേറ്റു കാറ്റിനെയും കടലിനെയും ശാസിച്ചു, വലിയ ശാന്തതയുണ്ടായി. അവർ ആശ്ചര്യപ്പെട്ടു പറഞ്ഞു, ഇവനാര്? കാറ്റും കടലും പോലും എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? അവനെ അനുസരിക്കുന്നുവല്ലോ എന്ന്. അപ്പോൾ ആരാണ് ആ കിടക്കണത്? ഒന്നാലോചിച്ച് നോക്കിയേ. ഈ കാറ്റിൻ്റെയും കടലിൻ്റെയും സൃഷ്ടാവാണ് ആ വള്ളത്തിൽ കിടക്കണേ. ഈ അറിവ് അവർക്കുണ്ടായിരുന്നെങ്കിൽ ഈ കാറ്റും കടലും ഒച്ചയും ബഹളം ഉണ്ടാക്കുന്ന നേരത്ത് അവർ ശാന്തമായിട്ടിരിക്കും. ഒന്നും വിരമിക്കണ്ട. അവരെയൊക്കെ സൃഷ്ടിച്ച കർത്താവാണ് നമ്മുടെ വള്ളത്തിലുള്ളത്. മനസ്സിലായിട്ടുണ്ടോ? ഇതാണ് നമുക്കുണ്ടായിരിക്കേണ്ട വിശ്വാസം. നമുക്ക് ചുറ്റും ആരെങ്കിലും പറയും, എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമുക്ക് പേടി വരുന്നത്, നമ്മൾ അവരുടെ വാക്കുകൾ ഈ കാറ്റും കൊടുങ്കാറ്റ് പോലെയാണ്. എന്നാൽ നമ്മുടെ വള്ളത്തിൽ, നമ്മുടെ ഉള്ളത്തിൽ കർത്താവ് കിടന്ന് ഉറങ്ങുന്ന കർത്താവാണ് ഇതിൻ്റെ എല്ലാം സൃഷ്ടാവെന്ന് ഒന്ന് ചിന്തിച്ചേ. ഈ വാക്ക് കണ്ടോ? അവനെ അനുസരിക്കുന്നല്ലോ. അല്ല, സുവിശേഷം പഠിക്കുമ്പോൾ ഇതാണ് നമ്മൾ കറ്റേനാവറയിൽ പഠിക്കുന്നത്. ഇതിനകത്ത് ആ ജോൺ ക്രിസോസ്റ്റം പിതാവ് പറയുകയാണ്, ഈ കാറ്റും കടലിനെ ഈശോ തന്നെയാണ് ഇളക്കി വിട്ടത്. എന്തിനാ? ഇവരെ വിശ്വാസം പഠിപ്പിക്കാൻ വേണ്ടി. ഇവരെ വിശ്വാസം പഠിപ്പിക്കാൻ വേണ്ടി അവരെ കരയ്ക്ക് വിശ്വാസം പഠിപ്പിച്ചു. അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിച്ചുകൊണ്ട് കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തി. അത് കഴിഞ്ഞിട്ട് ശതാധിപൻ്റെ കാര്യം, പത്രോസിൻ്റെ അമ്മായിയമ്മ, അത് കഴിഞ്ഞിട്ടാണ് ഒരുപാട് രോഗികളെ സുഖപ്പെടുത്തി വൈകുന്നേരമായപ്പോൾ. എന്നിട്ട് ഇവരെല്ലാവരെയും കൂടി വള്ളത്തിൽ കയറ്റിയിട്ട് എന്തിനാണ്? ഓൺലൈൻ ട്രെയിനിങ്. ഈ അവിടെ ഇത്രയും പ്രശ്നമൊന്നുമില്ല. വള്ളത്തിൽ ഇവർ മുക്കുവന്മാരാണ്. എന്നിട്ട് ഈ വള്ളത്തിൽ കയറ്റിയിട്ട് കർത്താവ് പറഞ്ഞു, കടലിനോടും തിരമാലകളോടും പൊങ്ങിക്കോ, ഒരു കോളിലൊക്കെ ഉണ്ടായിക്കോ. എന്നിട്ട് ആള് സുഖമായിട്ട് കിടന്നുറങ്ങി. ഇവരെല്ലാം കിടന്ന് വരയ്ക്കാൻ തുടങ്ങി. ഇത് കർത്താവിൻ്റെ സ്ഥിരം പരിപാടിയാണ്. കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങുമ്പോൾ നമ്മളെ ഇതേപോലെ ട്രെയിനിങ് തരികയാണ് നമ്മളെ. കർത്താവ് കൂടെയുണ്ട്. ആൾ കിടന്നുറങ്ങും, സാഹചര്യങ്ങളെ പ്രശ്നം ഉണ്ടാക്കും. എന്നിട്ട് നമ്മൾ കാറി കൂകുമ്പോൾ കർത്താവ് എണിക്കും. എന്നിട്ട് പറയും, എന്തേ ഈ ബഹളം ഉണ്ടാക്കണേ? ഞാൻ കൂടെ ഇല്ലേ? അല്പവിശ്വാസികളെ, ഞാൻ കൂടെ ഉള്ളപ്പോൾ നിനക്ക് വല്ല പ്രശ്നം ഉണ്ടാവോ? ശാന്തമാവും. അടുത്ത ആഴ്ചയിലത്തെ മർക്കോസിൻ്റെ സുവിശേഷത്തിലെ 4-ാം അധ്യായത്തിലാണ് ശാന്തമാകും. ഇവിടെ ശാസിച്ചു എന്നാണ് പറയണത്. ആ വാക്കല്ല അവിടെ വാസു. ശാന്തമായി അവരനുസരിക്കണം. അത് വളരെ പ്രധാനമാണ്. കാറ്റും കടലും അവനെ അനുസരിക്കുന്നു. ആർക്കാണ് അനുസരിക്കാൻ ബുദ്ധിമുട്ട്? പറയണ്ട. അനുസരിക്കാൻ ബുദ്ധിമുട്ട് മനുഷ്യനാണ്. അതാണ് യെശയ്യായിൽ തന്നെ പറയുന്നില്ലേ, ആകാശമേ കേൾക്കാ, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവർ എന്നോട് മത്സരിക്കുന്നു. കാള തൻ്റെ ഉടയവനെ, കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടി അറിയുന്നല്ലോ. കണ്ടോ? കഴുതയും കാളയും എല്ലാം അനുസരിക്കും. മനുഷ്യന് കുറച്ച് ബുദ്ധിയും കഴിവുമെല്ലാം ഉണ്ട്. അവൻ ദൈവത്തെ അനുസരിക്കുകയോ ദൈവത്തിൻ്റെ ഹിതമാരായുകയോ ചെയ്യാൻ ആ അവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും. എവിടെ പോകാനാ? കർത്താവല്ലേ അവനെ സൃഷ്ടിച്ചേക്കണേ. ഇവരെല്ലാവരും അനുസരിക്കും. അങ്ങനൊരു കാലഘട്ടം ഉണ്ടാകും.
ഇതെൻ്റെ വളരെ ഹൃദയസ്പർശിയായ ഒരു പാരഗ്രാഫാണ്. 2610. സ്വന്തം അയൽവാസികളുടെ വിശ്വാസരാഹിത്യം മൂലം, സ്വന്തം ശിഷ്യന്മാരുടെ അല്പവിശ്വാസം മൂലവും യേശു ദുഃഖിതനാകുന്നു. അതിനുശേഷം റോമൻ ശതാധിപൻ്റെയും കാനാൻകാരിയായ സ്ത്രീയുടെയും വലിയ വിശ്വാസം കണ്ട് അവിടുന്ന് അത്ഭുത സ്തബ്ധനായി. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് ഇതിനെ വിശദീകരിക്കുന്നില്ല. എങ്കിലും ആ റോമൻ ശതാധിപൻ പറയുകയാണ്, എൻ്റെ മകൻ എൻ്റെ ഭൃത്യൻ മരിക്കാറായിരിക്കുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ വന്ന് സുഖപ്പെടുത്താം. മത്തായി 8 കേട്ടോ. അവൻ പറയണം, അയ്യോ അങ്ങ് അവിടെ വരെ വരണ്ട, അങ്ങ് ഒരു വാക്ക് പറഞ്ഞാൽ മതി കേട്ടോ. ഇതിപ്പോൾ ഈ ദിവസങ്ങളിൽ കുറേ പ്രാവശ്യം ഇത് വന്നു. ഞാൻ പറഞ്ഞിട്ട് വന്നതല്ല, പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നതാണ്. അങ്ങ് ഒരു വാക്ക് പറഞ്ഞാൽ മതി. എന്താണ് അതിൻ്റെ രഹസ്യം? അങ്ങ് ദൈവമാണ്, അങ്ങ് സർവ്വവ്യാപിയാണ്. അങ്ങ് ഇവിടെ നിന്നൊരു വാക്ക് പറഞ്ഞാൽ അതേ സമയത്ത് അത് അവിടെ സംഭവിക്കും. അങ്ങ് ഇവിടെ നിന്നെക്കുറിച്ച് അതേ സമയത്ത് അങ്ങ് അവിടെയും ഉണ്ട്. അങ്ങ് അവിടെ പോകേണ്ട ആവശ്യമില്ല. ഇതാണ് ശതാധിപൻ വിശ്വസിച്ചത്. ശതാധിപൻ എന്ത് വിശ്വസിച്ചു? എന്തുദ്ദേശത്തിലാണ് ശതാധിപൻ പറഞ്ഞത്? അങ്ങ് ഒരു വാക്ക് പറഞ്ഞാൽ ഉടനെ ഇപ്പം എൻ്റെ ഭൃത്യൻ സുഖപ്പെടുമെന്ന് പറയാൻ കാരണം എന്താ? അങ്ങ് ദൈവമാണ്. അങ്ങ് അനാദി മുതലേ അനന്തത വരെയുള്ളവരാണ്. അങ്ങ് ഇവിടെ നിന്നൊരു വാക്ക് പറഞ്ഞാൽ അങ്ങ് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അങ്ങ് അവിടെയുമുണ്ട്. അങ്ങ് ഇവിടെ നിന്ന് പറയുമ്പോൾ തന്നെ അവിടെയും അത് സംഭവിക്കുകയാണ് എന്ന് ഒരു വിജാതീയനായ ശതാധിപൻ വിശ്വസിച്ചു. അവൻ്റെ വിശ്വാസത്തെ പുകഴ്ത്തിയിട്ട് ഈശോ പറഞ്ഞു, ഇതുപോലെയുള്ള വിശ്വാസം ഇസ്രായേലിൽ ഒരാളിൽ പോലുമില്ല എന്ന്. അതുപോലെ തന്നെ കനാൻകാരിയുടെ അപ്പോൾ ഇത് ഡിസ്റ്റൻസ് സർവീസാണ്. ഡിസ്റ്റൻസ് സർവീസ് ഇപ്പോൾ അതല്ലേ നമുക്ക് ആവശ്യം. ഡിസ്റ്റൻസ് സർവീസ്. കാനാൻകാരിയുടെ മകൾ പിശാചു ബാധിതയായിട്ട് കിടക്കണു. അവൾ വന്നു ഈശോയുടെ അടുത്ത് പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു, ഈശോ ഒന്നും മിണ്ടണില്ല. വീണ്ടും അവൾ കരഞ്ഞു പറഞ്ഞു. വീണ്ടും അവൾ അപ്പസ്തോലന്മാരുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറയുക. അപ്പസ്തോലന്മാർ ഈശോൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ആ സ്ത്രീ ഇതേ അതിൻ്റെ കാര്യമൊന്നും ചെയ്തു കൊടുക്ക്, അത് പോയിക്കോട്ടെ. അപ്പോൾ ഈശോ പറയാണ്, ഞാൻ ഇസ്രായേലിലെ ഇങ്ങനെ മക്കൾക്കുള്ളത് നായ്ക്കൾക്ക് കൊടുക്കില്ല. നമ്മളാണെങ്കിൽ ഇത് കേട്ട ഉടനെ അവിടെ നിന്ന് തലയും വെട്ടിച്ചു പോകില്ല. എന്നാ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പോകില്ലേ? അവൾ പോയില്ല. അതാണ് അവളുടെ വിശ്വാസം. അവൾ പറഞ്ഞു, കർത്താവേ, നായ്ക്കളും യജമാനന്മാരുടെ മേശയുടെ കീഴെ ഇരുന്നു കൊണ്ട് ആ നുറുക്ക് കൊണ്ടാണല്ലോ നായ്ക്കൾ, അത് മതി. അത് കേട്ടതോടെ കർത്താവ് അങ്ങോട്ട് നിന്നുപോയി. കർത്താവിനെ അങ്ങ് അവരുടെ ആ വാക്കുകൾ എന്താ പറയുക, കർത്താവിനെ ഉത്തരം പൊട്ടിച്ചു എന്ന് നമ്മുടെ ഭാഷയിൽ വേണമെങ്കിൽ പറയുന്നതായി ദൂഷ്യമില്ല ഇല്ലേ? അവളെ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കാണും. ഒരു വിജാതീയ സ്ത്രീ അവരുടെ വിശ്വാസത്തെ കുറിച്ചുണ്ടായ മതിപ്പ് കണ്ടോ, പോയിക്കൊള്ളുക. എന്നിട്ട് അവിടെ പറഞ്ഞെന്താണ്? സ്ത്രീയെ, നീ എന്താഗ്രഹിക്കുന്നോ അത് നിനക്ക് ലഭിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ഇതിൽ കൂടുതൽ എന്ത് വേണം? നമ്മൾ എന്തോരം സ്ത്രീകൾ ഇവിടെ ഈ ഗ്രൂപ്പിലുണ്ട്. നിങ്ങളൊന്ന് സ്വീകരിച്ചേ. സ്ത്രീയെ, നീ എന്താഗ്രഹിക്കണോ പറയ്. എന്താഗ്രഹിക്കണം പറയ്. എന്താഗ്രഹിക്കണോ അത് കിട്ടും. എന്ത് വേണം? നിന്റെ വിശ്വാസം വലുതാണ്. കണ്ടോ, ഇതൊരു ബ്ലാങ്ക് ചെക്കല്ലേ? ഇതൊരു ബ്ലാങ്ക് ചെക്കല്ലേ നമുക്ക് തന്നേക്കണത്? നീ എന്ത് വേണമെങ്കിലും ആഗ്രഹിച്ചോ, അത് നിനക്ക് കിട്ടും. അപ്പോൾ പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തോരം പ്രാർത്ഥിച്ചിട്ട് കാര്യം നടക്കണില്ല.
എന്തോരം പേരാണ് നമുക്ക് റിക്വസ്റ്റ് തരുന്നത്, എൻ്റെ ബ്രദറെ ഇന്ന കാര്യത്തിന് വേണ്ടി ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഒന്നും നടക്കണില്ല ബ്രദറെ, ഒന്ന് പ്രാർത്ഥിക്കുക. ഞാൻ ആരോ കുറ്റം പറയല്ല. അപ്പം എന്താ പ്രാർത്ഥിച്ചിട്ട് നടക്കാത്തത്? സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലുതാണ്. കാര്യം അവിടെ ഉണ്ടാ. നീ എന്താഗ്രഹിക്കണോ, എന്താഗ്രഹിക്കുന്നത് പോലെ, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ഈ വചനമൊക്കെ പറഞ്ഞ് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പലർക്കും കറക്റ്റ് അതുപോലെ സംഭവിച്ചിട്ടുണ്ട്. അത് കർത്താവ് ആ വചനം തരുമ്പോൾ അതൊക്കെ പറയണം. അത് ആ വിശ്വാസത്തിൻ്റെ ഒരു ബോധ്യത്തിലാണ്. ആ വിശ്വാസം വേണം നമുക്ക്. അപ്പോൾ ആ കാനാൻകാരി, ഈ സംഭവങ്ങളെല്ലാം എന്തിനാണ് അവിടെ എഴുതിയിരിക്കുന്നത്? ഈ കാനാൻകാരി നമ്മുടെ വിശ്വാസ പ്രബോധനത്തിലെ അവൾ വല്ല ഡോക്ടറേറ്റ് എടുത്താണോ? ഇന്ന് ഡോക്ടറേറ്റ് എടുത്ത് ആർക്കെങ്കിലും അവൾക്കുള്ള വിശ്വാസം ഉണ്ടാവുമോ? ഒന്ന് സംശയമായിരിക്കും, ഇല്ലേ? ദൈവശാസ്ത്രത്തിലോ ബൈബിൾ പഠനത്തിലോ ഡോക്ടറേറ്റ് എടുത്താൽ പോലും അവൾക്കുള്ള വിശ്വാസം ഉണ്ടാകുമോ? അതാണ് നമ്മളാരെയും കുറ്റപ്പെടുത്തുകയല്ല, ഞാനൊരു താരതമ്യം പഠിക്കാൻ. നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് വേണ്ടത്, അപ്പോൾ ഈ കാനാൻകാരിയും ആ ശതാധിപനും എന്തോ ഒരു വലിയ ടവറാണ് അവർ, സ്തംഭങ്ങളാണ് അവർ. വരുവീൻ, നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ? ഒരു മിനിറ്റ് കൂടി നമ്മളിത് കംപ്ലീറ്റ് ആക്കാൻ 165 പോകാം. 165 വിശ്വാസത്തെക്കുറിച്ചാണ്. 165 നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. വിശ്വാസത്തെക്കുറിച്ച് തന്നെയാണ്. വിശ്വാസത്തിൻ്റെ 165 ഇപ്പോഴാണ് വിശ്വാസത്തിൻ്റെ സാക്ഷികളിലേക്ക് നാം തിരിയേണ്ടത്. 165 യാതൊരു ആശയ്ക്കും വഴിയില്ലാതിരുന്നിട്ടും പ്രത്യാശയോടെ വിശ്വസിച്ച അബ്രാഹാം തൻ്റെ പുത്രൻ്റെ കുരിശുമരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും അന്ധകാരത്തിൽ പങ്കുചേർന്ന തൻ്റെ വിശ്വാസ തീർത്ഥാടനത്തിൽ വിശ്വാസത്തിൻ്റെ രാത്രിയിലേക്ക് നടന്നു നീങ്ങിയ മറിയം കൂടാതെ മറ്റു പലരും വിശ്വാസത്തിൻ്റെ ഉത്തമ സാക്ഷികളാണ്. അതാണ് അബ്രാഹത്തിൻ്റെ വിശ്വാസം. യാതൊരു പ്രത്യാശയ്ക്കും വകുപ്പില്ല. വയസ്സായി, ഭാര്യയുടെ ഗർഭം വരണ്ടു, അപ്പോൾ കർത്താവ് പറയാണ് നിനക്കൊരു കുഞ്ഞുണ്ടാവും. അബ്രാഹാം വിശ്വസിക്കുന്നു. കണ്ടോ? അതുപോലെ മാതാവ് ഇതാ തൻ്റെ പുത്രനെ കുരിശിൽ തറച്ച് കൊല്ലുന്നത് കണ്ടു നിൽക്കുന്ന സമയത്തും കുലുങ്ങാതെ നിന്ന അമ്മ. കാരണം എന്തുകൊണ്ടാണ്? 3-ാം ദിവസം ഇവൻ ഉയർക്കും എന്നറിയാം. 3-ാം ദിവസം ഇവൻ ഉയർത്തു. നടന്നു നീങ്ങിയ മറിയം കൂടാതെ മറ്റു പലരും വിശ്വാസത്തിൻ്റെ ഉത്തമ സാക്ഷികളാണ്. സാക്ഷികളുടെ വലിയൊരു മേഘം നമ്മെ വലയം ചെയ്യുന്നതിനാൽ നമ്മെ ചുറ്റിയിരിക്കുന്ന ഭാരവും പാപവും നീക്കിക്കളയാം. നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ ഓടിത്തീർക്കാം. നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നവരുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ. ഇത് വളരെ രസകരമായ ഒരു ഭാഗമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതായത് ഫെബ്രുവരി 11 വിശ്വാസത്തെക്കുറിച്ച് മുഴുവനും പറഞ്ഞേക്കണത്. എന്നിട്ട് ആ 11 അബ്രാഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, മോശ ഇവരെ കുറിച്ചെല്ലാം പറഞ്ഞിട്ട്, പഴയ നിയമത്തിലെല്ലാവരെയും കുറിച്ച് പറഞ്ഞിട്ട് അവസാനം ഒരു കാച്ചിരിക്കണം. എന്താണെന്നറിയാമോ? ഇവർക്കില്ലാത്തൊരു സംഭവം നിനക്കുണ്ട്. എന്താണ് പറഞ്ഞേക്കണത്? ഇവർക്കെല്ലാം. അപ്പോൾ നമ്മൾ ആ 11-ാം അധ്യായത്തിൽ പിടിച്ചു നിൽക്കും. വിശ്വാസത്തെക്കുറിച്ചെല്ലാം പറഞ്ഞു. കണ്ടോ? വിശ്വാസം മൂലം 11-ാം അധ്യായത്തിൻ്റെ അവസാനം, എബ്രായർ 11-ന്റെ അവസാനം, വിശ്വാസം മൂലം ഇവരെല്ലാം അംഗീകാരം പ്രാപിച്ചെങ്കിലും വാഗ്ദാനം ചെയ്യപ്പെട്ടത് പ്രാപിച്ചില്ല. അവസാനം അവിടെ ചീറ്റിപ്പോയ മാതിരിയായില്ലേ? ഇവരെല്ലാം അംഗീകാരം പ്രാപിച്ചെങ്കിലും വാഗ്ദാനം ചെയ്ത് കിട്ടിയില്ല അവർക്ക്. ഈ 11-ാം അധ്യായം മുഴുവനും വായിക്കുമ്പോൾ നമ്മളങ്ങ് വീരോടെ വരും. അവസാനം എന്താ പറയണേ? കാരണം നമ്മെ കൂടാതെ അവർ പരിപൂർണരാക്കപ്പെടരുത് എന്ന് ദൈവം കണ്ടു.
ദൈവം നമുക്കായി കുറെ കൂടെ ശ്രേഷ്ഠമായവ നേരത്തെ കണ്ടുവച്ചിരിക്കുന്നു. എന്നിട്ടാണ് 12:2 പറയണത്, നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം. നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. വരുവിൻ, നമുക്ക് സ്തുതിക്കാം.